അതിനായിട്ട് നമുക്ക് ഇതിനൊരു കപ്പ് വെള്ളം, നമുക്ക് 2 ടീസ്പൂൺ തേയിലപ്പൊടി, ഏത് തേയിലപ്പൊടി എടുക്കാം കേട്ടോ. ഗ്രീൻ ടീ മുതൽ കൊണ്ട് ഗ്രീൻ ലേബിളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. കണ്ണൻ ദേവനോ, ഞാൻ ഗ്രീൻ ലേബിളാണ് എടുത്തിട്ടുള്ളത്. ഇതിനി ഒന്ന് 1/2 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങട്ടെ കേട്ടോ. ഇത് നമ്മൾ നല്ലോണം ഒന്ന് വെട്ടി തിളച്ചൊന്ന് ഒരു കടുപ്പുള്ള ചായ ആവട്ടെ. ഒരു 1/2 ഗ്ലാസ് ആവുന്നവരൊന്ന് തിളയ്ക്കണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് തിളച്ച് ഒരു 1/2 ഗ്ലാസ്സൊക്കെ ആയി. ഇനി അത് നമുക്ക് നിർത്തി വയ്ക്കാം, ഇതൊന്ന് ചൂടാറട്ടെ. ഇനി നമുക്ക് വേണ്ടതേ കറ്റാർ വാഴയാണ് കേട്ടോ. അപ്പോൾ 2 വക്കത്തെയും ഈ ഇതൊക്കെ മുള്ളൊക്കെ കളഞ്ഞ് നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കുക, കണ്ടല്ലോ. എന്നിട്ട് നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം കേട്ടോ അത് കഷ്ണങ്ങളാക്കിയിട്ടുള്ളത്. ആ മഞ്ഞ കളറൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് സാധിക്കണ ജെല്ല് മാത്രം വേണ്ടവർ അങ്ങനെ എടുത്തോളൂ. എനിക്കിത് ജെല്ല് മാത്രമായിട്ടല്ല, ഞാൻ അങ്ങനെ അരക്കല പതിവ് കേട്ടോ. കുഴപ്പമില്ല, അതിൻ്റെ പച്ച കളറൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇടാണ് അരയ്ക്കാൻ. കണ്ടോ, ഈ കറ്റാർ വാഴ നമുക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ. കറ്റാർ വാഴ നമ്മളെ സ്ഥിരമായിട്ട് നമ്മൾ മുടിയിൽ ഉപയോഗിച്ചാലേ അകാലനര പോവും, അതുപോലെ താരൻ പോവും, മുടി കൊഴിച്ചിൽ മാറും, പിന്നെ മുടിക്ക് നല്ല ഗ്ലൈസിങ് കിട്ടും. ഒരു കണ്ടീഷണറായിട്ട് പ്രവർത്തിക്കും നമ്മളെ കറ്റാർ വാഴ. അപ്പം നമ്മളിത് ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഈ പറയുന്ന സംഭവം നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ 2 സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഒന്നൊരു മാസ്കാണ്, എന്തുകൊണ്ട് കറ്റാർ വാഴയും കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടി കൂട്ടിയിട്ട്, പിന്നെ നമ്മളെ കറ്റാർ വാഴ വേറൊരു സാധനം കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് ഒരു ഹെയർ ടോണർ. അപ്പോൾ ഈ മാസ്ക് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യണ്ടോ, തിങ്കളും ശനി മാത്രം. അപ്പോൾ ഈ ഇടയിലുള്ള ദിവസങ്ങളിൽ നമുക്ക് മാസ്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്, ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഈ കറ്റാർ വാഴ എല്ലാവർക്കും കുറച്ച് തണുപ്പാണല്ലേ. അപ്പോൾ കറ്റാർ വാഴയുടെ തണുപ്പ് പോകാൻ നമ്മൾ എന്താ ചെയ്യണേ, പനിക്കൂർക്കയില കണ്ടല്ലോ. നമ്മൾ അധികം തോനെയൊന്നും വേണ്ട കേട്ടോ. കണ്ടോ, ഇത്രയും 2 കഴുത്ത്, ഇതിലൊന്നുമില്ല കേട്ടോ. ഇതിൽ മാറുകാലേ ചിലന്തിയൊക്കെ ഉണ്ടോയെന്ന് എല്ലാവരും നോക്കി കഴുകി ഞാൻ തുടച്ച് വെച്ചാണ് കേട്ടോ. ഒന്നുമില്ല ഇതിൽ. ഇതെനിക്ക് തലയിൽ തേക്കാനുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ഒന്നുമില്ല. കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ അരയ്ക്കാണ്ട്, പിന്നെ നമ്മൾ എന്താ അരയ്ക്കാണ്ടെന്ന് അറിയോ, കറിവേപ്പില. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ പനിക്കൂർക്കയുടെ ഗുണം എന്തൊക്കെയാണ്. നമുക്ക് നീർവീഴ്ച വരാതിരിക്കാനും മുടി നന്നായിട്ട് കറുത്ത് തഴച്ച് വളരാനും നമ്മളെ പനിക്കൂർക്കയിലെ ഒരു ഒന്നാന്തരം മരുന്നാണ് കേട്ടോ. നമ്മളെ തലയിൽ നീർക്കെട്ടുണ്ടെങ്കിൽ മൈഗ്രെയിൻ അങ്ങനത്തെ അസുഖങ്ങൾ കുട്ടികൾക്ക് വരുമല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ഹെയർ പാക്ക് ചെയ്യുമ്പോൾ ഒരു 4 ഇല പനിക്കൂർക്കയുടെ ഇലയുടെ ഇടുക, എങ്കിൽ നിങ്ങൾക്ക് ഒരു നീർവീഴ്ചയും വരില്ല മക്കളെ. ഇനി തണുപ്പുള്ള എണ്ണ തേക്കുകയാണെങ്കിലും ഒന്ന് നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യുക ഈ പനിക്കൂർക്കയുടെ ഇല ഇട്ടിട്ട്, അപ്പോൾ നിങ്ങൾക്ക് നീർവീഴ്ച വരില്ല. അപ്പോൾ എല്ലാവരും നോക്കണം, പനിക്കൂർക്ക ഒരു ഒന്നാന്തരം മരുന്നാണ് നീർവീഴ്ചയ്ക്ക്. മനസ്സിലായാലും മുടി കറുത്ത് തഴച്ച് വളരാനും. പിന്നെ നമ്മളെ കറിവേപ്പില കണ്ടല്ലോ. നമ്മളെ കറിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മളെ മുടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഈ കറിവേപ്പില നമ്മളൊരു 4 ഇല ഇട്ടാൽ എപ്പോഴും നമ്മളെ മുടി നന്നായിട്ട് കറുത്ത് തഴച്ച് വളരും. കണ്ടോ, ഈ കറിവേപ്പില നമുക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തോനെയൊന്നും ഇടണ്ട. നിങ്ങൾക്കൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കാനുള്ളതല്ലേ, അതിനനുസരിച്ചിട്ട് എല്ലാവരും എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ മാറുകാലൊന്നുമില്ല, ഒന്ന് കഴുകിക്കണം. ഞാൻ അവിടുന്ന് പോരുമ്പോൾ പൈപ്പിൻ്റെ ചോട്ടുന്നത്. അപ്പം ഞാനിനി ഇങ്ങനെ ഊരിയിടാട്ടോ. ഇതിൽ എന്തെങ്കിലും ചാതികളൊക്കെ എത്ര കഴുകിയാലും ചിലത് ഒട്ടി നിൽക്കേ കണ്ട. അപ്പോൾ എടുക്കാൻ എളുപ്പത്തിന് ഞാനത് ഇതാക്കിയിട്ടില്ല, വേറെ വേറെ ഇലയാക്കിയിട്ടില്ല. എന്നാൽ അങ്ങനെ ഊരിയിടാൻ സുഖമാണല്ലോ. നമ്മൾ ഈ കറിവേപ്പിലയുടെ എണ്ണ തലയിൽ സ്ഥിരമായിട്ട് തേച്ച് കഴിഞ്ഞാൽ തലമുടിക്ക് നല്ല കറുപ്പ് കളറും നല്ല ഹെയർ ഗ്രോത്തും ഉണ്ടാവും. പിന്നെ മുടിയിഴകൾക്ക് നല്ല ബലവും കിട്ടും. നമ്മളെ കറിവേപ്പില അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ 2 കറിവേപ്പില, ഒരു പിടി കറിവേപ്പില ഒരു 2 സ്പൂൺ മോരിൽ അരച്ചിട്ട് അങ്ങനെ കുടിച്ചാലും നമ്മളെ മുടിക്ക് നല്ലതാണ്. ഇനി അല്ലെങ്കിൽ നെല്ലിക്ക കറിവേപ്പില നമ്മൾ അരച്ചിട്ട് ജ്യൂസാക്കി കുടിച്ചാലും മുടിക്ക് നല്ലതാണ്. അപ്പോൾ മുടിക്ക് ഒന്നാന്തരാണ് കേട്ടോ നമ്മളെ കറിവേപ്പില. അപ്പോൾ നിങ്ങൾ ഒരു 2 പിടി കറിവേപ്പില ഈ ഇതിൽ കൂട്ടാൻ മറക്കരുത് കേട്ടോ. ഇനിയുണ്ട് കണ്ട കറിവേപ്പില, അത്ര മതി നമുക്ക്. ഇനി നമുക്ക് എന്താണെന്നറിയാം, മുരിങ്ങയില കണ്ട. ഇനി മുരിങ്ങയില, ഇതൊന്ന് നല്ല മുരിങ്ങയില നോക്കിയിട്ട് ഞാനൊരു പിടി മുരിങ്ങയില. ഇതിൻ്റെ ചെറിയ തണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, നന്നായി അരഞ്ഞാൽ മതി. കണ്ടോ, നല്ല മുരിങ്ങയിലയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, മുരിങ്ങയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുടിക്ക് നല്ല പോഷകം നൽകണ ഒന്നാണ് കേട്ടോ. ഈ മുരിങ്ങയുടെ ഹെയർ പാക്ക് നമ്മളെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ ഇത് ഡെയിലി തേക്കേണ്ട, ആഴ്ചയിൽ 2 ദിവസം. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഏറ്റവും നല്ല കേട്ടോ മുരിങ്ങയില നമ്മൾ കൂട്ടണതേ. അപ്പോൾ മുരിങ്ങയിലയിൽ ധാരാളം നമ്മളെ മുടിയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ മുരിങ്ങയില നമ്മൾ ഡെയിലി കറി വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഉപ്പേരി ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാം. മുടിക്ക് നല്ലതാണ്. പക്ഷേ മുടിയിൽ തേക്കൽ ആഴ്ചയിൽ 2 പ്രാവശ്യം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഹെയർ ടോണിക് ഉണ്ടാക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക്
പിന്നെ ഡെയിലി ചെയ്യാം കേട്ടോ. കുളിക്കണതിൻ്റെ അരമണിക്കൂർ മുന്നെയാണ് നമ്മൾ ആ ഹെയർ ടോണിക് ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഇതിലേക്ക് വേണ്ട കറി ഇതൊക്കെ എടുത്തു കേട്ടോ. ഇനി ഇത് നമ്മൾ എന്ത് കൂട്ടിയിട്ട് അരയ്ക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളെ കറ്റാർവാഴ അത്യാവശ്യം തണുപ്പാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് നീർവീഴ്ച, മൈഗ്രെയിന്, അങ്ങനെ പല സൈനസൈറ്റീസൊക്കെ പ്രശ്നങ്ങൾ വരുമല്ലേ. അങ്ങനെ ആ പ്രശ്നങ്ങൾ തീരെ വരാതിരിക്കാൻ നമ്മൾ പനിക്കൂർക്കട ഇല, അതിൻ്റെ കൂടെ കണ്ടോ ഒരു പിടി തുളസിയുടെ ഇല കണ്ടല്ലോ. ഈ തുളസിയുടെ ഇലയും കൂടി നിങ്ങൾ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പിൻ്റെ ഒരു പ്രശ്നം വരില്ല. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അപ്പം നമ്മളിത് അരയ്ക്കണത് കണ്ടോ, കട്ടൻ ചായ വാർന്നിട്ടാട്ടോ. വെള്ളം ഏറാതെ ഒരു പാകത്തിന് നോക്കിയിട്ട് വാരുക. ബാക്കി കട്ടൻ ചായ നമുക്ക് ആവശ്യമുണ്ട്, അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചിട്ടു കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക്, ബൗളിലേക്ക് ഇവിടെ പറന്ന് വയ്ക്കാം. ഇത് നമ്മളുടെ ഹെയർ മാസ്ക് ആണ് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ആ മിക്സിയിൽ കുറച്ചുണ്ടായിരുന്നു, അതിൽ കുറച്ച് ചൂടുള്ള വെള്ളം പറഞ്ഞത് നമ്മൾ കഴുകിയിട്ട് പാർന്നു കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് നമുക്ക് തിളപ്പിക്കാം. ഇതാണ് നമ്മളെ ഹെയർ ടോണിക് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കടുപ്പുള്ള കട്ടൻ ചായ ഉണ്ട് കണ്ടല്ലോ. ആ കടുപ്പുള്ള കട്ടൻ ചായയിലേക്ക് നമ്മൾ ഇത് മിക്സി ഒന്നാണ് കഴുകി പാരുക. ഇതൊന്ന് തിളക്കട്ടെ. നമുക്ക് 5 മിനിറ്റ് കൂടി തിളക്കട്ടെ കേട്ടോ. നമ്മളെ കട്ടൻ ചായ, പിന്നെ നമ്മളെ മുരിങ്ങയില, കറിവേപ്പില, പിന്നെ പനിക്കൂർക്കയില, പിന്നെ തുളസിയില, കറ്റാർവാഴ, ഇതിൻ്റെയൊക്കെ ജെല്ലുണ്ട്, കൂടെ കട്ടൻ ചായ ഉണ്ട് കേട്ടോ. ഇത് നല്ലൊന്ന് തിളക്കട്ടെ, ഒന്ന് കുറുകണം. ഇതാണ് നമ്മളെ ടോണർ. ഈ ടോണർ എപ്പോഴാണ് ഉപയോഗിക്കുകയെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുളിക്കണതിൻ്റെ അരമണിക്കൂർ മുന്നേ ഉപയോഗിക്കാം കേട്ടോ ഈ ടോണർ. ഇനി അല്ല, കുളിക്കാത്ത ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മുടിയൊക്കെ മേലൊക്കെ കഴുകി വന്നതിന് ശേഷം സ്കാൽപ്പിൽ കുറേശ്ശെ തേച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല. നീർവീഴ്ചയ്ക്കൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ കൂട്ടിയിട്ടുണ്ടല്ലോ. ടോണർ നിങ്ങൾ ഉപയോഗിക്കണവർ തന്നെയല്ലേ. അപ്പോൾ ടോണർ നിങ്ങൾക്ക് ഉപയോഗിച്ച് മുടി ചീന്തി കെട്ടിപ്പോവുക കേട്ടോ. എന്നാലും നമുക്ക് നല്ല മുടി വളർച്ച ഉണ്ടാകും. അല്ല, കുളിക്കണവരാണെങ്കിൽ കുളിക്കണതിൻ്റെ അരമണിക്കൂർ മുന്നേ ഇത് കയ്യിലെടുത്ത് തേച്ചാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായി അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തിളച്ച് കുറുകി കണ്ടോ, 10 മിനിറ്റ് കുറുകി, ഇത്ര മതി. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇതിനി നമുക്ക് ചൂടോടെ അരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളെ എല്ലാ പോഷകങ്ങളും ഉണ്ട് കണ്ടല്ലോ. ചുടുന്നതിനായിരിക്കണം, നല്ല ആയിരിക്കണം കേട്ടോ. ഇതിൽ നമുക്ക് കരടൊന്നും പാടില്ല, കാരണം ഇത് നമ്മളുടെ ടോണറാണ്, മനസ്സിലായില്ലേ. ഇതിനി നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവരെ അങ്ങനെ ഉപയോഗിച്ചോളൂ കേട്ടോ. അല്ല, ഇനി കയ്യിലൊരു കോട്ടൺ ഉപയോഗിച്ചിട്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക, എങ്ങനെയായാലും വേണ്ടില്ല. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഹെയർ പാക്ക് ഉണ്ടല്ലോ, അതിൽ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു തരാം. ആ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത്. ഹെയർ പാക്ക് കുറച്ച് കൂടുതലുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുക, അത് അപ്ലൈ പാടുള്ളൂ. അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളുടെ ടോണർ ഇവിടെ റെഡി ആയിട്ടോ. കണ്ടോ, ഇത്രയും ചണ്ടി കിട്ടി കണ്ടല്ലോ. ഇത് മുഴുവൻ ചായച്ചണ്ടിയല്ല, നമ്മളെ കറ്റാർവാഴ, തുളസി, പനിക്കൂർക്ക, പിന്നെ അങ്ങനെയുള്ള മുരിങ്ങ, കറിവേപ്പില, അതിൻ്റെയൊക്കെയാണ് കേട്ടോ. അല്ലാതെ നമ്മളെ ചായച്ചണ്ടി കുറച്ചേ ഉള്ളൂ. ചായ നമ്മൾ അത്യാവശ്യം കടുപ്പത്തിലാട്ടോ, അത്യാവശ്യം വലിയ സ്പൂണിലെടുത്തിരുന്ന് കണ്ടോ. നമ്മൾ ടോണർ കണ്ടല്ലോ. ഇതിവിടെ നമുക്കിത് ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പം നമ്മൾ ഈ ടോണർ ഉണ്ടാക്കി വെക്കുമ്പോഴേ 1 or 2 വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നമുക്കിതിൽ ഒഴിച്ച് വെക്കാം കേട്ടോ. കണ്ടോ, 1 or 2 വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമുക്ക് ഇതിൽ പൊട്ടിച്ച് പറന്നേക്കാം. എന്നിട്ട് കൈകൊണ്ട് തേക്കാൻ വയ്ക്കണവരാണെങ്കിൽ ഏത് ഒരു ഗ്ലാസിൻ്റെ ബൗളിൽ പറന്നേക്കാം. ഇനി അല്ല, സ്പ്രേ ബോട്ടലാണെങ്കിൽ ഇതാ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടലിൽ നിങ്ങളിത് പറന്ന് വെച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. സ്പ്രേ പോലെ അടിക്കാൻ പറ്റണവർ, അല്ലാത്തവരൊരു കോട്ടൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എങ്ങനെയെങ്കിലും നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ ഇനിയുണ്ടാണ് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മളിതിൽ പൊട്ടിച്ചൊഴിച്ചു കണ്ടോ. ഇത് നമ്മളെ മുടി വളർച്ച നല്ല കൂട്ടാൻ നന്നാട്ടോ. നമ്മളെ വിറ്റാമിൻ ഇ സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതാണ് കണ്ടോ. ഇത് നീ വയ്ക്കണവർ അങ്ങനെ തേച്ചോളൂ, അല്ലെങ്കിൽ കണ്ടോ ഇങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് കണ്ടോ, ഈ കയ്യിൻ്റെ തലപ്പത്ത് മാത്രം കണ്ടോ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഈ സ്കാൽപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ നമുക്ക് തേക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ റൊട്ടേഷനിൽ അങ്ങനെ നമ്മളെ സ്കാൽപ്പിൽ നല്ലൊരു 5 മിനിറ്റ് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ കുളിക്കണവരാണെങ്കിൽ 10 or 15 അരമണിക്കൂർ വെക്കാൻ വയ്ക്കിച്ച ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലായില്ല. ടോണർ ഇനി കുളിക്കാത്തവർക്കാണെങ്കിൽ ഇത് കുളിക്കണില്ലെങ്കിലും വേണ്ടില്ല, അത് ഉഴകളിലൊക്കെ തേച്ച് ഒന്ന് ഉണങ്ങാൻ വിടുക. സ്കാൽപ്പിലൊക്കെ കുറേശ്ശെ, വളരെ കുറച്ചേ അപ്പോൾ തേക്കാവുള്ളൂ. ഉണങ്ങാൻ വിട്ടിട്ട് നമ്മൾ ചീന്തി കെട്ടി പോവുക. മുടി വളർച്ച കൂട്ടും. ഇനി രാത്രി ഉപയോഗിക്കാൻ വയ്ക്കണ കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല,
കിടക്കണേൻ്റെ 1 മണിക്കൂർ മുന്നേ അത് തേച്ച് പിടിപ്പിച്ചിട്ട് മുടിയിലേക്ക് കൂടൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം കേട്ടോ അത് തേച്ച് പിടിപ്പിക്കാവുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് മുടി മടങ്ങിയിട്ട് നെറുകിലേക്ക് കെട്ടി എന്താ വെച്ചാൽ ചെയ്യുക. അപ്പോൾ കുളിക്കുന്നതിൻ്റെ മുന്നേ തേക്കണവർക്കുള്ളതാണ് ഞാൻ കൂടുതൽ പറഞ്ഞു തരുന്നത്, 1/2 മണിക്കൂർ മുന്നേ കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ബോട്ടലിൽ വേണമെങ്കിൽ പറന്ന് വെച്ചോളൂ. ഞാനത് സ്പ്രേ ബോട്ടലിൽ പറന്ന് വെക്കാനാണ്. അതിനൊരു നാളനോ എന്തെങ്കിലും വേണം. അതിലേക്ക് പാരുമ്പോൾ ആ ബ്ലൗളൊന്ന് പോകും കുട്ടികളെ. ഇന്നിപ്പോൾ നമ്മൾക്കത് ഉപയോഗിക്കേണ്ട ദിവസമല്ല. നമുക്ക് ഇതാ പാക്ക് റെഡി ആയിട്ട് ഇരിക്കുന്നു കണ്ടല്ലോ. ഈ പാക്കാണ് നമ്മൾ തേക്കണത്. നമ്മൾ ഈ പാക്കിൽ എന്താ കൂട്ടണമെന്ന് അറിയോ? കോഴിമുട്ടയുടെ വെള്ള. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ അരച്ച് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ, ഒരു കേടും വരില്ല. പക്ഷേ കോഴിമുട്ടയുടെ വെള്ള നിങ്ങൾക്ക് വേണ്ടത് മാത്രമേ ഇതിൽ പൊട്ടിപ്പാരാവുള്ളൂ. ഒരു കോഴിമുട്ടയുടെ വെള്ളയെ വേണ്ട ഒരു ദിവസം തേക്കാൻ. അപ്പോൾ നിങ്ങൾ 2-3 ദിവസമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കുക, അടച്ച് വെക്കുക കേട്ടോ. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് വെക്കുക. വേണ്ട 2-3 സ്പൂൺ നിങ്ങൾ എടുക്കുക. എന്നിട്ട് അതിൽ കോഴിമുട്ടയുടെ വെള്ള നിങ്ങൾ കൂട്ടുക. എന്നിട്ട് നിങ്ങളൊരു 20 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെ തേക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ കോഴിമുട്ട വെള്ളം നിന്ന് കിട്ടാൻ ഒരു മഹാപരീക്ഷണത്തിലെ കുട്ടികളെ ഇത് വലിയൊരു ഇതൊക്കെ ആയി പൊട്ടിയിട്ടോ. നാളെ ഒരു ദിവസം മഞ്ഞയൊക്കെ ചാടി കുട്ടികളെ നമ്മുടെ നിന്ന് മഞ്ഞയൊക്കെ ചാടി. എന്നിട്ട് അമ്മ മഞ്ഞയൊക്കെ കഷ്ടി തോണ്ടിയെടുത്ത് വെള്ളം മാത്രമായിട്ട് തേച്ചു കേട്ടോ. ഇതിങ്ങനെയാണ് അപ്പോൾ ഈ വാങ്ങണ കോഴിമുട്ട ഇട്ടേ കണ്ടല്ലോ. അപ്പോൾ നമ്മളിതിലിങ്ങനെ കോഴിമുട്ട വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ അമ്മ ഇനി തേക്കുന്നത് കാസ്റ്റർ ഓയിൽ കൂട്ടിയിട്ടാട്ടോ. നമ്മളെ എണ്ണ കാസ്റ്റർ ഓയിൽ എല്ലാവർക്കും ഒരു അപകടം കാണിച്ചു തരാം കേട്ടോ. ഒക്കെ മക്കളെ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലർ കയ്യിൽ നിന്ന് ഉള്ളിലേക്ക് പോയി കണ്ടോ. ഫില്ലറിൽ 2 തുള്ളിയെ നമ്മൾ എടുക്കണ്ടു. അത് കൈ ഉള്ളിലേക്കാണ് പോയിട്ടോ. എല്ലാവർക്കും കാണാല്ലേ നമ്മുടെ കാര്യങ്ങൾ കേട്ടങ്ങൾ ചിരിക്കും കണ്ടല്ലോ. ഇനി നമുക്ക് 2 തുള്ളി കേട്ടോ. ഇനിയിപ്പോൾ ഇതേ പറ്റൂ നമുക്ക് 2 തുള്ളി 4 തുള്ളിയായിട്ടോ. അപ്പോൾ നമ്മൾ 4 തുള്ളി കാസ്റ്റർ ഓയിൽ എടുത്തു കണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലർ ഓൾറെഡി കണ്ടോ. ഞാൻ അവിടെ ഇരിക്കട്ടെ. ഇതാ എന്താ ഫില്ലറിന് അവിടെ ഇരിക്കാനാണ് ഇഷ്ടം. ഇനി നമ്മൾ എന്താ ചെയ്യാന്നോ, നമ്മളുടെ കണ്ടോ കേശസഞ്ജീവനി എണ്ണ ഉണ്ടോ അത് തേക്കണതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളൊരു കുറച്ച് 4 തുള്ളി കേശസഞ്ജീവനി കണ്ടോ. കാസ്റ്റർ ഓയിലിനേക്കാളും കൂടുതൽ എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി അളവിലെടുക്കണം കണ്ടോ. കാസ്റ്റർ ഓയിൽ നമുക്ക് 4-ൽ 1 വേണ്ടൂ കേട്ടോ. 4 തുള്ളി 2 തുള്ളി കാസ്റ്റർ ഓയിൽ എടുത്താൽ നമ്മൾ 10 തുള്ളി നമ്മളുടെ എണ്ണ എടുക്കണം കേട്ടോ. 10 തുള്ളി എടുക്കണം. 4-ൽ 1 നമ്മൾ ഈ കാസ്റ്റർ ഓയിൽ കൂട്ടാൻ പാടുള്ളൂ. കൂട്ടി കലർത്തിയേക്ക് വെച്ചാൽ സുഖമാണ്. ഞാൻ കൂട്ടി കലർത്തി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഇനി നമ്മളിത് കൈകൊണ്ട് തന്നെ ആവാം അല്ലേ. കൈകൊണ്ട് തന്നെ നല്ല കൂട്ടി കലർത്തി. ഇത് ഇത്തിരി കൊഴുപ്പുള്ള എണ്ണ കേട്ടോ മക്കളെ കാസ്റ്റർ ഓയിൽ. പക്ഷേ മുടി വളർച്ച നല്ല കൂട്ടും കണ്ടോ. അപ്പോൾ അമ്മ പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ ഈ എണ്ണ വേണ്ടവരൊക്കെ വാട്സപ്പ് നമ്പർ കൊടുക്കാം കേട്ടോ. ഏത് നമ്മുടെ അമ്മ തേക്കണ എണ്ണയാണത് രാജി പിന്നെ എന്താ കേശസഞ്ജീവനി. ഒന്നും കൂടി പേര് നോക്കാം ശരിയല്ലേ. കേശസഞ്ജീവനിയാണ് കേട്ടോ അമ്മ തേക്കി. അമ്മയ്ക്ക് വല്ലാതെ തണുപ്പൊന്നും പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഈ എണ്ണ വേണ്ടവരൊക്കെ ഓർഡർ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതിന് എങ്ങനെ നമ്മൾ ഹെയർ പാക്ക് തേക്കിയാന്ന് കാണിച്ചു തരാൻ വരും. അതിൻ്റെ മുമ്പ് വേറൊരു കാര്യം കൂടി കണ്ടോ. നമ്മളെ കാന്തി ക്യാരറ്റ് ഓയിൽ ഇതിൻ്റെ അത് പോന്നു മക്കളെ. സ്റ്റിക്കറൊക്കെ പോയി. അമ്മ ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ എണ്ണ മെഴുക്കൊക്കെ ആയിട്ട് അപ്പോൾ നമ്മ ഉപയോഗിക്കേണ്ടതാണത്. അപ്പോൾ എല്ലാവർക്കും ഇത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ അമ്മ അത് പരീക്ഷിക്കാൻ വേണ്ടി അമ്മ ആദ്യം തേച്ച് തുടങ്ങി വെളുക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഇത് തേച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾ തന്നെയാണ്. നമ്മുടെ കരിമങ്കല്യൊക്കെ പോയത് ഇത് കാരണം. അപ്പോൾ ഇത് വേണ്ടവരും ഈ വാട്സപ്പ് നമ്പർ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾ കയറിയിട്ട് വാട്സപ്പിൽ വന്നിട്ട് വോയിസ് വിട്ടിട്ട് സംസാരിച്ചാൽ മതി കേട്ടോ. അമ്മ എണ്ണ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിച്ചേരേണ്ടി വരും തരും. എന്തൊക്കെ പറഞ്ഞല്ലേ കുട്ടികൾക്ക് ചിരി വരുന്നുണ്ടാവും. അപ്പം ഇനി നമുക്ക് ഹെയർ പാക്ക് എങ്ങനെ തേക്കാൻ നോക്കാം. നമ്മുടെ മുടിയിലൊക്കെ ക്ലിതൊക്കെ ഇട്ടിടണം കേട്ടോ. വെറുതെ രാവിലെ ചൂടിന് മുടിയൊക്കെ ഒന്ന് ഇതാക്കിട്ടോ. ഇന്ന് നേരം വെളിച്ചായിട്ട് കുറച്ച് സമയമായി. കാരണം അമ്മയ്ക്കിന്ന് വീഡിയോ എടുക്കുകൊണ്ടേ അമ്മ രാവിലെ ചെറിയൊരു കുളി കുളിച്ചു കേട്ടോ. വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2ാമത് കുട്ടികളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി 2ാമത് ഒന്നും കൂടി കുളിക്കുകയാണ്. അപ്പോൾ അമ്മ എണ്ണയൊന്നും അധികം തേക്കാതെ ഒരു കുളി കുളിച്ചണം കേട്ടോ. അതാണ് ഇങ്ങനെ മുടിയൊക്കെ ഇട്ടണത്. ഉണങ്ങണ്ടേ. ഇനി 2 കുളി കുളിക്കുക. അപ്പോൾ നമ്മളിതാ കണ്ടോ ഈ എണ്ണ ഇങ്ങനെ 2 എണ്ണയും കൂടി കൂട്ടിയാൽ നമ്മൾ നല്ലോണം ചൂടാക്കണം കണ്ടല്ലോ. അല്ലെങ്കിൽ ഡബിൾ ബോയിലിങ് ഉണ്ടോ. നല്ല കയ്യിലിട്ട് അപ്പോൾ നല്ല ചൂടായി നമ്മളെ കൈ. എന്നിട്ട് നമ്മളിങ്ങനെ ഇഴകളിൽ റൊട്ടേഷനായിട്ട് തേക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി എണ്ണ തേക്കണമെന്നൊന്നും ആരും പറഞ്ഞില്ല കുട്ടികളെ. നിങ്ങൾ എങ്ങനെയാണോ എണ്ണ തേക്കണം. നമ്മളെ എണ്ണയ്ക്ക് ഒരു പ്രത്യേകത ഇല്ല കേട്ടോ. നിങ്ങൾ ആഴ്ചയിൽ 3 പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാരെ പോലെ ചൊവ്വയും വെള്ളിയും ഒക്കെ തേച്ചാൽ മതി. ഒരു പ്രത്യേകതയില്ല. നമ്മളെ എണ്ണ തേച്ച് വെച്ചിട്ട് ഒരു ദോഷവും ഇല്ല. ഇനിയിപ്പോൾ ഹെയർ ഡൈ തേക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഡൈ തേക്കണ ദിവസം നമ്മൾ എണ്ണ തേക്കില്ലല്ലോ പിന്നെന്താ. അപ്പം നിങ്ങൾ ഞാനീ പറയുന്ന പാക്കൊക്കെ തേക്കേട്ടോ. അല്ലാത്ത ദിവസം ടോണർ ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ തേക്കേ. അകാല നരയൊക്കെ പോയിട്ട് മുടി നന്നായിട്ട് പതുക്കെ കറുത്ത് വരും. ആയുർവേദത്തിൻ്റെ പ്രത്യേകതയാണ് അത് കേട്ടോ. എപ്പോഴും കഴിയുന്ന വരെ ഇത് കയ്യിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് നിങ്ങളിങ്ങനെ ഇഴകളിൽ തേക്കുക കണ്ടല്ലോ. അപ്പം നമ്മൾ ബാക്കിയുള്ളത് തലപ്പത്ത് തേച്ചു കേട്ടോ. ഞാൻ ഓൾറെഡി തലപ്പത്ത് തേച്ചു കണ്ടോ.
തലപ്പത്ത് നിങ്ങൾ സ്പ്ലിറ്റ് എൻഡ് വരാതിരിക്കാൻ തലപ്പത്ത് തേക്കണം കേട്ടോ. അപ്പോൾ മാസത്തിൽ ഒരു 1/4 ഇഞ്ചെങ്കിലും 1/2 ഇഞ്ചെങ്കിലും മുറിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ലേശം മുറിച്ചോളും, ആ സ്പ്ലിറ്റ് എൻഡ് വരില്ല കേട്ടോ, മുടി നന്നായി വരും. കണ്ടല്ലോ. അപ്പോൾ നമ്മളെ എണ്ണ തേക്കൽ കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാസ്ക് തേക്കാം. ഇനി ഒരു 20 മിനിറ്റ് കഴിയട്ടെ കേട്ടോ. ടോണർ ഈ കുപ്പിയിലാക്കി വെച്ചു കേട്ടോ. ഇനി ബാക്കിയായി, കണ്ടോ, ബാക്കിയായി. ഇതൊന്ന് ഈ മാസ്ക് തേച്ചതിൻ്റെ മീതെ ഞാൻ ഇതും കൂടി തേക്കും കേട്ടോ. ഇതിനി നമുക്ക് ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും കേട്ടോ. ഇനി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ തേക്കണതിൻ്റെ മുന്നേ കുറച്ച് മുന്നേ ലേശം പുറത്തേക്ക് എടുത്ത് വെച്ചാലും മതി കേട്ടോ. ഇത് ഇനി ഉള്ളിൽ വെച്ചില്ലെങ്കിലും പുറത്ത് വെച്ചാലും ഒന്നും കേടുവരുമൊന്നും ചെയ്യില്ല. ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കും, ഇനി പേടിക്കണ്ടല്ലോ. അപ്പം ഇനി നമുക്കിത് തേക്കാം കേട്ടോ, മാസ്ക്. ഇത് തേച്ചിട്ട് എല്ലാവരും ഒരു 20 മിനിറ്റ് എങ്കിലും വെച്ചിട്ട് കഴുകിയാൽ മതി കേട്ടോ. അപ്പം അതിൽ നമുക്ക് തണുപ്പിനുള്ള ഒന്നുമില്ല. കണ്ടല്ലോ, നമ്മൾ തുളസിയൊക്കെ കൂട്ടുകൊണ്ട് ഇനി തണുപ്പിൻ്റെ കേട് പിടിക്കില്ല കേട്ടോ. കറ്റാർവാഴ നമുക്ക് അകാല നേരെ കുറയ്ക്കാനും. ഇനി അമ്മ ഒന്ന് കുമ്പിട്ട് ഒന്ന് തേക്കട്ടെ കേട്ടോ. എന്നിട്ട് നിങ്ങളിങ്ങനെ തേച്ച് കഴിഞ്ഞാലേ കണ്ടോ, കുറച്ച് നേരം ഒന്നിങ്ങനെ ഉണ്ടോ, ഒന്നിങ്ങനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെ എല്ലായിടത്തും ആക്കിയിട്ട് ഒന്നിങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ മുകളിലേക്ക് കെട്ടി വെക്കണം കേട്ടോ. ഇനി ഞാൻ കുമ്പിട്ട് ഒന്ന് തേക്കട്ടെ. അപ്പോൾ നമ്മളത് തേക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ ഞാനിത് കഴുകിക്കളയും. അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം, മുടി നന്നായിട്ട് വളരും. ആഴ്ചയിൽ 2 ദിവസമേ ചെയ്യാവുള്ളൂ നമ്മൾ ഈ മാസ്ക്. ടോണർ നിങ്ങൾക്ക് ഡെയിലി ചെയ്യിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അറിയാലോ ചായപ്പൊടിയിൽ എന്തൊക്കെ അടങ്ങിയെന്ന് എല്ലാവർക്കും അറിയില്ലേ. ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ ധാരാളം അടങ്ങിയിരുന്നതുകൊണ്ട് നമ്മളെ ചായപ്പൊടി മുടിക്ക് നല്ല സ്വാഭാവികമായ കറുത്ത കളർ കിട്ടാൻ ചായപ്പൊടി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി ഉപയോഗിച്ചാൽ നമ്മളെ മുടി കൊഴിച്ചിലൊക്കെ മാറുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി എന്താ, എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. അമ്മ വിളിക്കട്ടെ കേട്ടോ.